വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയുടെ ടെൻഡറിന്റെ പ്രഖ്യാപനം ഉടൻ. ഇന്ത്യയുടെ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ നിന്ന് റെയിൽവേ വഴി ചരക്ക് വിനിമയം എളുപ്പത്തിൽ സാധ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ ടെൻഡർ പ്രഖ്യാപനമാണ് നിലവിൽ സർക്കാരിന്റെയും തുറമുഖം കമ്പനിയുടെയും തീരുമാനം. വിവരങ്ങളുമായി ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, വിശദാംശങ്ങൾ. രാജീവ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ റെയിൽവേ പദ്ധതി, അതാണ് ഏറ്റവും പുതുതായിട്ട് വിഴിഞ്ഞം തുറമുഖം അതോടൊപ്പം തന്നെ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ വികസനങ്ങളിലും നോക്കിക്കാണുന്നത്. ഈ കൊങ്കൺ റെയിൽവേയാണ് ഈ റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണം ഏറ്റെടുക്കുന്നത്. 10.7 കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭ പാതയിലൂടെയാണ് റെയിൽവേ കടന്നു പോകുന്നത്. വിഴിഞ്ഞം ബാലരാമപുരം റോഡിന് ഭൂഗർഭമായിട്ടായിരിക്കും ഈ റെയിൽവേ പാത എന്ന് പറയുന്നത്. 2.3 കിലോമീറ്റർ നീളത്തിൽ ഇത് സ്വകാര്യ വ്യക്തികളുടെ ഈ പ്രോപ്പർട്ടിയിലൂടെ റെയിൽവേ കടന്നു പോകുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ പുതിയ ടെൻഡർ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. കൊങ്കൺ റെയിൽവേയുടെ പദ്ധതി അല്ലെങ്കിൽ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താനായിട്ട് വിഴിഞ്ഞം തുറമുഖവും സർക്കാരും ചേർന്നൊരു റിവ്യൂ കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. ഈ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കുന്നതും ചരക്ക് വിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റെയിൽവേ വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേഗതയിൽ ചരക്ക് വിനിമയം, അതായത് കരമാർഗമുള്ള ചരക്ക് വിനിമയം നടത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയുടെ ടെൻഡറിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.